അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഈജിപ്തിൽ അലക്സാണ്ട്രിയ നഗരം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ഭരണം ഏറ്റെടുത്ത ടോളമി ഫസ്റ്റും അദ്ദേഹത്തിന്റെ മകൻ ടോളമി സെക്കൻഡ് എന്നിവരുടെ കാലത്താണ് ലൈബ്രറി ഓഫ് അലക്സാണ്ട്രിയ വളർന്നു വരുന്നത്. ലോകത്തിലെ എല്ലാ അറിവുകളും ഒരിടത്ത് ശേഖരിക്കുക എന്ന ആശയമായിരുന്നു അതിനുണ്ടായിരുന്നത്. അതിനാൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങളും അവർ ശേഖരിച്ചു. ഗണിതം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, തത്വചിന്ത, സാഹിത്യം എല്ലാം തരത്തിലുള്ള ബുക്കുകളും ലൈബ്രറി ഓഫ് അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്നു. കണക്കുകൾ പ്രകാരം ലക്ഷക്കണക്കിന് ബുക്കുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. മനുഷ്യരാശിയുടെ ആൻഷ്യൻ ഗൂഗിൾ എന്ന് തന്നെ അതിനെ വിളിക്കാം. എന്നാൽ അറിവിന്റെ ശേഖരമായ എ ലൈബ്രറി ഓഫ് അലക്സാണ്ട്രിയ എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നത് വലിയൊരു നിഗൂഢതയാണ്. ഇതുമായി ബന്ധപ്പെട്ട തിയറികളുമുണ്ട്. സീസറിന്റെ യുദ്ധകാലത്ത് 48 BC അലക്സാണ്ട്രിയയിൽ യുദ്ധം നടന്നപ്പോൾ തുറമുഖത്ത് പടർന്ന തീ ലൈബ്രറിയിലേക്ക് പടർന്നെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മതരാഷ്ട്രീയ കലാപങ്ങൾക്കിടയിൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് മറ്റൊരു വാദം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയും യുദ്ധങ്ങളും ഭരണപരമായ പ്രശ്നങ്ങളും കാരണം മെയിൻ്റനൻസ് ഇല്ലാതെ ലൈബ്രറി നശിപ്പിക്കപ്പെട്ടു എന്ന് മറ്റു പലർ വിശ്വസിക്കുന്നു. എന്തായാലും അവിടെ നഷ്ടമായ ശാസ്ത്രീയമായ കണ്ടെത്തലുകളും പഴയ സംസ്കാരങ്ങളുടെ രഹസ്യങ്ങളും മനുഷ്യരാശിയെ 100 കണക്കിന് വർഷങ്ങൾ പിന്നോട്ടടിച്ചിരിക്കാം എന്നതിന് യാതൊരു സംശയവും വേണ്ട.